പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ സങ്കീർത്തനാണ്. ദാവീദ് വലിയൊരു നിലവിളി കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കുകയാണ്. എന്നാലും ആ നിലവിളി കൊടുക്കുന്ന സമയത്ത് ദാവീദിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, എനിക്ക് ശക്തമായൊരു കൂടാരമായി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞാൻ എപ്പോഴും അങ്ങയുടെ കൂടാരത്തിൽ വസിക്കട്ടെ, ഞാൻ എപ്പോഴും അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ സുരക്ഷിതനായിരിക്കട്ടെ എന്ന്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏതൊരു ജീവിത സാഹചര്യത്തിലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന സുന്ദരമായ ഒരു സങ്കീർത്തനാണ് 61 സങ്കീർത്തനം. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ്, നാളെ എപ്പോഴേലും പകലും ഒക്കെ ആയിട്ട് പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പൊക്കെ, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സംരക്ഷണത്തിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണം എന്നുള്ളൊരു ചിന്തയിലൂടെയൊക്കെ, ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സങ്കീർത്തനം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. Psalm 61 61 സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്. നമ്മളെപ്പോലെ തന്നെ ദാവീദ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, എനിക്ക് ചില സങ്കടങ്ങളുണ്ട്, ഞാൻ കടന്നു പോകുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വെച്ച് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എൻ്റെ നിലവിളിക്ക് ഉത്തരം തരണമേ. അടുത്ത വചനം ഇങ്ങനെയാണ്: ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് നിലവിളിക്കുന്നു, അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എന്ന്. ഈശോയെ, എൻ്റെ സങ്കടം കാരണം ഞാനിതാ എവിടെയൊക്കെയോ ആയി, കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചൊരു ദൂരെയായി, എനിക്ക് അടുത്ത് നിൽക്കാൻ ആളുകളില്ല, ആരുടെ അടുത്ത് പോയി നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഭൂമിയുടെ അതിർത്തികളിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ നോക്കി നിലവിളിക്കുകയാണ്, എന്നെ അപ്രാപ്യമായ പാറമേൽ കയറ്റി നിർത്തണമേ. ഞാനിപ്പോൾ ഒരു കുഴിയിലാണ്, അറ്റത്താണ്, വീഴാൻ പോകുന്ന സിറ്റുവേഷനിലാണ്, അടുത്താരുമില്ല, സഹായിക്കാൻ ആരുമില്ല, ഓടിച്ചെല്ലാൻ ഒരു ഇടമില്ല, പക്ഷേ എന്നെ അങ്ങ് സഹായിക്കണം. എൻ്റെ നിലവിളി ഇത്ര ദൂരത്തു നിന്നാണേലും ഇത് അങ്ങയുടെ സന്നിധിയിൽ എത്തണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. 61 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യം ഇങ്ങനെയാണ്: അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള എൻ്റെ സുശക്തമായ ഗോപുരം. ഏതൊരു വിശ്വാസിയുടെ ഉള്ളിൽ, ഈശോയുടെ കുഞ്ഞിൻ്റെ ഉള്ളിൽ വേണ്ട ഒരു ബോധ്യതാണ് ഈ പ്രതിസന്ധികളിലും ഈ വെല്ലുവിളികളിലും ഈ നിലവിളി കേൾക്കാനോ സഹായിക്കാനോ ആരും ഇല്ലാത്തൊരു സമയമെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിൽ, ദിവസങ്ങളിൽ, രാത്രികളിൽ, പകലുകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദിനെ പോലെ ഈ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. അങ്ങാണ് എൻ്റെ രക്ഷാശില, എൻ്റെ സുരക്ഷാ കേന്ദ്രം അങ്ങ് തന്നെയാണെന്ന്. ആ വചനം ഒന്ന് അടയാളപ്പെടുത്തിയിടാവോ? അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള എൻ്റെ സുശക്തമായ ഗോപുരം. സങ്കീർത്തനം 61:3. അവിടെ നിന്നുകൊണ്ടാണ് ദാവീദ് ഒരു സുന്ദരമായ പ്രാർത്ഥനയും കൂടെ നടത്തുന്നത്. ഈ വചനം നിങ്ങൾ കാണാപ്പാടം പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് പേഴ്സണലി പ്രാർത്ഥിക്കാൻ നല്ലൊരു വചനമാണ്. 61:4: ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. കർത്താവെ, എന്നെ ഇപ്പോൾ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് സംരക്ഷണം നൽകാൻ ആരുമില്ല, ചേർത്ത് പിടിക്കാൻ ആരുമില്ല, പക്ഷേ ഞാനിപ്പോൾ നിൽക്കാൻ പോകുന്നത് എൻ്റെ സുരക്ഷാ കൂടാരമായ എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ കീഴിലാണ്. ഞാൻ അവിടെ തന്നെ ആയിരിക്കട്ടെ, ആ ചിറകിൻ കീഴിൽ ഞാൻ എപ്പോഴും സുരക്ഷിതനായിരിക്കട്ടെ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള വചനത്തിൽ ഇങ്ങനെയുണ്ട്: ദൈവമേ, അങ്ങയുടെ നേർച്ചകൾ സ്വീകരിച്ചു, അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി. 6-ാമത്തെ 7-ാമത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. രാജാവിന് ദീർഘായുസ് നൽകണമേ, അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിൽക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് രാജാവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന പോലെ കാണുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ ഓർക്കുക. അപ്പം മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, അപ്പയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ നിങ്ങളുടെ ആ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തേക്കുക. രാജാവിന് ദീർഘായുസ് നൽകണമേ, അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. തുടർന്നുള്ള വചനം പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ, അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. ഇതൊക്കെ പ്രാർത്ഥിച്ചോണം കേട്ടോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ വിശ്വസ്തതയും എൻ്റെ ഈ പ്രിയപ്പെട്ട ആളെ, ഈ മകനെ, ഈ മകൾക്ക് സുരക്ഷയായിരിക്കട്ടെ, അനുഗ്രഹമായിരിക്കട്ടെ എന്ന്. അവസാനത്തെ വാക്കിങ്ങനെയാണ് 61:8: അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും, അങ്ങനെ ഞാൻ ദിനംതോറും എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദാവീദിന്റെ സുന്ദരമായ സങ്കീർത്തനമാണ്. 8 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് പഠിക്കണം, ആവർത്തിച്ച് ഒന്ന് വായിക്കണം, പ്രാർത്ഥനയോടുകൂടി അത് ചെല്ലണം. നമ്മളൊരു സങ്കീർത്തനം കാണാതെ പഠിക്കുക മാത്രമല്ല, ഒറ്റത്തവണ അങ്ങ് വായിച്ചു തീർക്കുകയല്ല, ഇതൊരു പ്രാർത്ഥന. നമുക്കറിയാലോ, സങ്കീർത്തനങ്ങൾ എപ്പോഴും പ്രാർത്ഥനകളാണുണ്ട്. പ്രേ ദിസ് സാം, ചുമ്മാ പഠിച്ചാൽ പോരാ, പ്രാർത്ഥിക്കണം. ദാവീദിന് കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈശോയുടെ ശക്തമായ ഒരു സാന്നിധ്യം, ഒരു സുരക്ഷ, ഒരു രക്ഷാശില അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ച ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.